ദുരന്തർ ടുവിൻ്റെ പ്രീമിയർ ഷോ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. സിനിമയുടെ ആദ്യ പ്രതികരണങ്ങൾ പുറത്തു വന്നിരിക്കുകയാണ്. ഞെട്ടിപ്പിക്കുന്ന അതിഗംഭീരമെന്നുള്ള ആ ഒരു രീതിയിലുള്ള പ്രതികരണങ്ങൾ തന്നെയാണ് വന്നിരിക്കുന്നത്. ഫസ്റ്റ് ഹാഫ് റിവ്യൂവിൽ തന്നെ സിനിമയുടെ കഥയും അതേപോലെ ഓരോ മിനിറ്റും ആളുകളെ പിടിച്ചിരുത്തുന്നു എന്നുള്ളത് തന്നെയാണ് പറഞ്ഞു വന്നിരിക്കുന്നത്. അതായത് ദുരന്തർ ടു എന്ന ചിത്രം ഇന്ത്യൻ സിനിമയിലെ ഏറ്റവും ഗംഭീര ചിത്രമായി മാറാൻ പോകുന്നു. അമ്മാതിരി വയലൻസ് എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന ഒരു കാര്യം. ഒപ്പം ഫസ്റ്റ് ഹാഫ് ഹൈലി എൻഗേജിങ്. ഒരു സിനിമയ്ക്ക് ഹൈപ്പ് ഉണ്ടാകുക എന്നുള്ളത് സ്വാഭാവികമാണ്. പക്ഷേ അതിന് മുകളിൽ ആ സിനിമ ഒരു ഔട്ട്പുട്ട് നൽകുക എന്ന് പറയുന്നത് വല്ലപ്പോഴും കാണുന്നതാണ്. ഇവിടെ ഈ ഒരു ഹൈപ്പ് കിട്ടിയ സിനിമ ഹൈപ്പിന് മുകളിൽ നിൽക്കുന്നു എന്നുള്ള ഒരു കാര്യമാണ് ഇന്ന് നമുക്ക് ലഭിക്കുന്ന റിപ്പോർട്ടുകൾ. ചാനലും സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം ഓർമ്മിച്ചോളുക. ഇവിടെ ഫസ്റ്റ് ഹാഫ് ഗംഭീരമാക്കുന്നു. അത് തന്നെ സെക്കൻഡ് ഹാഫിലേക്ക് എത്തിക്കുമ്പോൾ വലിയ ഒരു ലെങ്തുള്ള സിനിമയാണ്. ഏകദേശം 4 മണിക്കൂറിന് അടുത്തുള്ളതാണ്. 2 മണിക്കൂറിനടുത്ത് തന്നെയാണ് ഫസ്റ്റ് ഹാഫ് നടന്നിരുന്നത്. ഗംഭീരമായിട്ടുള്ള ഓരോ മിനിറ്റും ഓരോ ആക്ടേഴ്സും അതേപോലെ തന്നെ നമുക്ക് സോങ് ആണെങ്കിലും BGM ആണെങ്കിലും അതിൻ്റെ ആക്ഷൻ ആണെങ്കിലും കൊറിയോഗ്രാഫി ആണെങ്കിലും ഒന്നും വേണ്ട, അഭിനയമാണെങ്കിലും എല്ലാം ഓരോ ക്യാരക്ടേഴ്സും അത്ര ഇമ്പോർട്ടൻ്റ് എന്ന് തന്നെയാണ് കാണികൾ പറയുന്നത്. ഒപ്പം സെക്കൻഡ് ഹാഫിലേക്ക് കടന്നപ്പോൾ ഫസ്റ്റ് ഹാഫ് ലീഡ് ചെയ്യുന്നു. നമുക്ക് ആ സെക്കൻഡ് ഹാഫിലേക്ക് കൊണ്ടുപോകുന്നു. ഫസ്റ്റ് ഹാഫിൻ്റെ അവസാന 20 മിനിറ്റ് ഞെട്ടിക്കുന്ന സംഭവം തന്നെയാണെന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ സെക്കൻഡ് ഹാഫ് ഇതുവരെ ലഭിച്ചിരിക്കുന്ന അഭിപ്രായങ്ങൾ പ്രകാരം ഇൻ്റർവെല്ലിൽ എവിടെ നിർത്തിയോ അവിടെ നിന്ന് ആളിക്കത്തിക്കുന്ന ഒരു സംഭവമായിട്ട് തന്നെ പോകുന്നു. മികച്ച രീതിയിൽ തന്നെ പോകുന്നു. ഗംഭീര ടിസ്റ്റുകളുമായിട്ടും കാര്യങ്ങളുമായി പോകുന്നു. അതുകൂടാതെ പുതിയ ഒരു അപ്ഡേറ്റ് ലഭിച്ചിരിക്കുന്നതനുസരിച്ച് ഒരു ഞെട്ടിപ്പിക്കുന്ന ഒരു ക്യാമിയോ റോൾ ഉണ്ട് എന്നുള്ളതാണ്. എ അൺഎക്സ്പെക്റ്റഡ് ക്യാമിയോ ബൈ എ ഗ്ലോബലി നോൺ ലീഡർ എന്നാണ് പറയുന്നത്. അമ്മാതിരി ഒരു സംഭവമുണ്ട്. അതിനെക്കുറിച്ചൊന്നും റിവീൽ ചെയ്യുന്നില്ല. എന്തായാലും മികച്ച ഒരു സിനിമ എന്ന് തന്നെ പറയാം. വീണ്ടും ദുരന്തർ 1 എവിടെ നിർത്തിയോ അതിൻ്റെ 10 ഇരട്ടി ഗംഭീരം എന്നുള്ള സ്റ്റൈലിൽ തന്നെയാണ് ഇപ്പോൾ ആദ്യ പ്രതികരണങ്ങൾ വരുന്നത്. അതായത് ആദിത്യദാറിൻ്റെ ഒരു ഗംഭീര സിനിമയാണ്. അതുതന്നെ നമുക്ക് അറിയാം. ആദ്യം ദുരന്തർ എന്ന സിനിമ മലയാളികളെ പോലും ഇത്രയും പിടിച്ചിരുത്തിയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഉറപ്പിക്കാം രണ്ടാം ഭാഗം അതിന് മുകളിലേക്ക് പോകുന്നു. ഒരു 15 മിനിറ്റിന് മുമ്പ് ലഭിച്ചിരിക്കുന്ന അഭിപ്രായങ്ങളിൽ നിന്നാണ് നമ്മൾ ഈ കാര്യങ്ങൾ പറയുന്നത്. എന്താണെങ്കിലും ക്ലൈമാക്സിലേക്ക് കടക്കുമ്പോൾ സിനിമ ഇതുവരെയുള്ള ഹൈപ്പിനെ എല്ലാം എത്തിക്കുമെന്നുള്ള, അല്ലെങ്കിൽ ആ ഒരു ന്യായീകരണമല്ല, തീർച്ചയായും നമ്മളെ പ്രതീക്ഷയ്ക്കൊച്ചു ഉയരും എന്ന് തന്നെ പ്രതീക്ഷിക്കുകയാണ്. കാരണം സിനിമയുടെ ഏകദേശം ഒരു 70% അത്ര ഗംഭീരമായി പ്രേക്ഷകരെ പിടിച്ചിരുത്തുന്നു എന്നുള്ള അഭിപ്രായങ്ങൾ തന്നെയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. വീഡിയോസ് ഇഷ്ടമെങ്കിൽ സപ്പോർട്ട് ചെയ്യാം. അടുത്ത റിവ്യൂ ഫൈനലായിട്ടുള്ള ഒരെണ്ണമായി നമ്മൾ വരുന്നുണ്ട്. അപ്പോൾ കൂടെ ഉണ്ടാവണം, കട്ടയ്ക്ക് ഉണ്ടാവണം. നിങ്ങളുടെ ഓരോരുത്തരുടെയും വിലയേറിയ ലൈക്കും ഷെയറും പ്രതീക്ഷിക്കുന്നു.